നമസ്കാരം. അഞ്ചരക്കണ്ടി പോലീസ് സ്റ്റേഷൻ വൈകിട്ട് 5 മണിക്ക്. ഈ പോലീസ് സ്റ്റേഷനിലെ ഒരു കൂതറ പോലീസുകാരനായിട്ട് അല്ലെങ്കിൽ പോലീസ് ഓഫീസറായിട്ട് ഈ സിനിമയിലെ ത്രൂ ഔട്ട് വേഷം ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് പറയണം മനസ്സിലുണ്ട്. പക്ഷെ നടക്കുന്നില്ലെന്ന് അറിയില്ല. ഈ സിനിമയ്ക്ക് വന്നത് എനിക്ക് വളരെയധികം സന്തോഷമുള്ളതുകൊണ്ട് തന്നെയാണ്. ഞാൻ എല്ലാത്തിനും പോകാറില്ല. ചിലത് വിളിക്കും, ചിലത് അറിഞ്ഞു പോകും. പക്ഷെ അറിഞ്ഞു പോകുന്നത് നമ്മളുടെ സുഹൃത്തുക്കളാണ് അതെന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ്. ഇത് ഡയറക്റ്റ് ചെയ്യാൻ പോകുന്ന ഷൈജു ദേവദാസ് എൻ്റെ ഒരു പടത്തിൽ എന്നെ ഡയറക്റ്റ് ചെയ്ത കഥാപാത്രമായിരുന്നു. ദി ലാൻഡ് ഓഫ് സോളമൻ എന്ന് പറയുന്ന ഇംഗ്ലീഷ് ഫിലിം ടൈറ്റിൽ ക്യാരക്ടർ ഞാനാണ് ചെയ്തത്. സിദ്ദിഖ് പ്രൗഡ് സാറിൻ്റെ ചീഫ് അസോസിയേറ്റ് ആയിരുന്നു ഷൈജു. അപ്പോൾ തന്നെ ഷൈജു കുറേ സിനിമകളുടെ അസോസിയേറ്റ് ആയി കഴിഞ്ഞിരുന്നു. എനിക്ക് തോന്നുന്നു 4 വർഷമായി ഞങ്ങൾ തമ്മിൽ ഭയങ്കര കമ്പനിയാണ്. എൻ്റെ വാട്സാപ്പിലുണ്ട്. സ്ഥിരം ഞാൻ പുള്ളിയെ ശരിപ്പെടുത്തിക്കൊണ്ടിരിക്കും. പുള്ളിക്ക് വേണ്ടി ഞാൻ സ്ഥിരം പ്രാർത്ഥിക്കുകയും ചെയ്യും. പുള്ളിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് അവസരങ്ങൾ തന്നിട്ടുള്ള തരുന്ന എല്ലാ ഡയറക്ടർ, പ്രൊഡ്യൂസർ, റൈറ്റേഴ്സിനൊക്കെ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ലോക സമസ്ത സുഖിനോ ഭവനോ ഞാൻ പ്രാർത്ഥിക്കാറില്ല. കാരണം കുറേ ഉടായ്പകാരുള്ളതുകൊണ്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചതൊന്നും കാര്യമൊന്നുമില്ല. പക്ഷെ നല്ല മനുഷ്യർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കാറുണ്ട്. ഞാൻ പ്രാർത്ഥിക്കാൻ പോകുന്നതിന് തെളിവ് നമ്മുടെ സൈനു ചാവക്കാടൻ ഇക്കയുടെ അനിയൻ കഴിഞ്ഞ ദിവസം ആലുവ മണപ്പുറത്ത് വെച്ച് കണ്ടത്. ഇനി ആർട്ട് ഡയറക്ടറാണ് അദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ 2 പടത്തിലും ഞാൻ ചെയ്തിരുന്നു. എൻ്റെ 2 പടത്തിലും ആർട്ട് ഡയറക്ടറായിരുന്നു. ഇനി ഇതിനേക്കാൾ എല്ലാം എനിക്ക് പറയാനുള്ളത് ഒരു തെറ്റിദ്ധാരണയും ഒരു മാപ്പപേക്ഷയും ഒരു ഞെട്ടലും ഒന്ന് സൂചിപ്പിക്കാനുണ്ട്. വളരെ 2-3 വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു വർക്ക് ഞാനിപ്പം ഇന്ന് വന്നതുപോലെ അറിഞ്ഞ് ഡയറക്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന ഒരു വലിയ മനസ്സിൻ്റെ ഉടമസ്ഥനായിരുന്നു സൈനു ചാവക്കാടൻ എന്ന് പറയുന്ന ഈ മഹത് വ്യക്തിത്വം. അന്ന് അവിടെ ഡയറക്ടർ വേറെ ഉണ്ടായിരുന്നു, വേറെ ടീം ഉണ്ടായിരുന്നു. പക്ഷെ കലയെ സ്നേഹിക്കുന്നുണ്ടാവാം അദ്ദേഹം അന്ന് വന്നു. എൻ്റെ ഫ്രെയിമുകൾ കുറേ അദ്ദേഹം എടുത്തു. അത് അന്നേ ദിവസം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയുള്ളത് വേറെ ഉള്ളവരാണ് എടുത്തത്. പക്ഷെ അത് ഷൂട്ട് ഔട്ട് വന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം എടുത്തതിൻ്റെ പെർഫെക്ഷനും ബാക്കിയുള്ളതും എങ്ങനെയായിരുന്നു വ്യത്യാസമെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിരുന്നു. പക്ഷെ സിനിമയിൽ പലരും തുറന്നു പറയാൻ പാടില്ല എന്നൊരു സീക്രസി, എത്തിക്സ് കൂടെ ഉണ്ട്. അന്ന് അവിടെ വെച്ച് അദ്ദേഹം എനിക്കൊരു എക്സ്പ്രഷൻ പഠിപ്പിച്ചു തന്നു. അദ്ദേഹം എന്നെ നോക്കിക്കൊണ്ട് കണ്ണ് ചോപ്പിച്ചുകൊണ്ട് എന്നെ വിരട്ടുകയും അത് കഴിഞ്ഞതിന് ശേഷം അതേ കണ്ണിലൂടെ കണ്ണുനീരൊഴിപ്പിച്ച് കരുതി കൂടെ കാണിച്ചു. ഞാൻ റിയലി അത് ഷോക്കടിച്ചു. ഞാൻ അന്നേ അത് മനസ്സിലിച്ചുകൊണ്ട് നടത്തി. അതിനുശേഷം അദ്ദേഹം എന്നോട് വലിയ ദുഷ്ടത്തരങ്ങൾ ചെയ്തു. കാരണം അദ്ദേഹം എടുത്ത ഓരോ പടത്തിലും എനിക്ക് ഒരു അവസരം പോലും അദ്ദേഹം തന്നില്ല. സ്നേഹം കൊണ്ടാണ് പറയുന്നത്. പക്ഷേ കഴിഞ്ഞ ആഴ്ച എൻ്റെ 36ാമത്തെ പടം കഴിഞ്ഞു. 22 പടങ്ങൾ റിലീസിന് റെഡിയാവുകയാണ്. അടുത്ത ആഴ്ച ഞാൻ ശ്രദ്ധേയമായ ഒരു ക്യാരക്ടർ ചെയ്ത ഡോക്ടർ ബെന്നറ്റ് എന്ന് പറയുന്ന സൈക്കോളജിക്കൽ ക്രിമിനൽ ത്രില്ലർ വരികയാണ്. GS സാബു സാർ ഡയറക്റ്റ് ചെയ്ത്. അത് മെന്റലിസ്റ്റ് ഷമീറാണ് കഥ. കോട്ടയം നസീർക്കയാണ് വില്ലൻ. ഒത്തിരി ആർട്ടിസ്റ്റുകളുള്ള ഒരു കിടില പടം. ആക്ച്വലി ഈ വരുന്ന വെള്ളിയാഴ്ച വെച്ചിരുന്നാണ് ബാറ്റിലോട്ട് മറ്റേക്ക് ഒരു എഫക്റ്റിൽ മാറട്ടെ എന്ന് വെച്ചിട്ട് വലിയ പടമാണ്. 6 കോടി 5 CR 6 CR പടമാണ്. എന്നാലും അടുത്ത ആഴ്ച മാറ്റി നിങ്ങൾ എല്ലാവരും കാണണം ഡോക്ടർ ബെനറ്റ്. കാരണം അത് വ്യത്യസ്തകരമായി ഇതുവരെയ്ക്ക് ഇറങ്ങിയിട്ടില്ലാത്തൊരു പടമാണ്. അപ്പോൾ അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ലാലേട്ടൻ ബിഗ് ബോസ് കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞാണ് അടുത്ത 2 പടത്തിൽ തരാം എന്ന് അദ്ദേഹം വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞാണ്. സൈനു ചാവക്കാടൻ മാഷിനെ പോലെ തന്നെ അദ്ദേഹം ഇന്നുവരെ എനിക്ക് തന്നിട്ടില്ല. കാര്യം എൻ്റെ ഒരു തുറച്ച വിശ്വാസമുണ്ട്. അത്രയും വലിയ വ്യക്തി എൻ്റെ വാട്സാപ്പിലുണ്ട്. ഞാൻ അയക്കുമ്പോഴെല്ലാം വരട്ടെ, അറിയിക്കാം, വിളിക്കും എന്ന് അദ്ദേഹം പറയാറുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും വലിയ വ്യക്തികളൊക്കെയാണ് നമ്മളെ വിളിക്കും എന്ന് ഉറച്ച വിശ്വാസമുണ്ട്. ഇനി എന്നെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിനിമയിൽ മിക്കവാറും പലരും സ്വാർത്ഥന്മാരാണ്, സെൽഫിഷാണ്. ഞാൻ മറ്റൊരാളിനെ റെക്കമെൻഡ് ചെയ്താൽ ഇനി എനിക്കുള്ള ചാൻസ് നഷ്ടപ്പെട്ടു പോയാലോ, എൻ്റെ അവസരം മറ്റുള്ളവർ തട്ടിക്കൊണ്ടുപോയാലോ, അങ്ങനെയൊന്നും സംഭവിക്കാനേ പോകുന്നില്ല. കാരണം സിനിമ ഒരു സത്യമാണ്. അതവിടെ നിൽക്കട്ടെ, ഞാൻ അതിലേക്ക് വരാം. പക്ഷേ ഞാൻ നേരത്തെ ആദ്യം നന്നായി പറഞ്ഞതും പിന്നെ കുറ്റപ്പെടുത്തിയതുമായ സൈനു ചാവക്കാടൻ എന്ന് പറയുന്ന വലിയൊരു മനുഷ്യന്റെ, അതിനേക്കാൾ വലിയൊരു മനസ്സിന്റെ തെളിവാണ് അദ്ദേഹത്തിന്റെ രഘുറാം എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡ്യൂസറിനെ അദ്ദേഹം ഈ പടത്തിന് സ്വന്തം സിനിമയുടെ പ്രൊഡ്യൂസറാക്കാൻ ശ്രമിക്കാതെ എൻ്റെ പ്രിയ സുഹൃത്തായ ഷൈജു ദേവദാസിന് വേണ്ടി കൈമാറിയത് എന്ന് പറയുന്നത് ചെറിയ കാര്യമേ അല്ല. ഒരു പ്രൊഡ്യൂസറിനെയാണ് കൈമാറ്റി കൊടുത്തത്. എത്ര ഡയറക്ടർമാർ ചെയ്യും?
സൈനിക ചാവക്കാടൻ ഇതിലൂടെ കാണിച്ചത്. കാരണം നല്ലതിന് നല്ലതെന്നും മോശമുണ്ടെങ്കിൽ മോശം ഞാൻ തുറന്ന് പറയാറില്ല, അത് അങ്ങ് ഒതുക്കി വയ്ക്കാറേ ഉള്ളൂ. പക്ഷെ എന്നാലും ആദ്യം ഞാൻ പറഞ്ഞത് സ്നേഹം കൊണ്ടാണ്. പക്ഷെ ഈ പറഞ്ഞത് ഒരിക്കലും പലരും 99% സിനിമാക്കാർ ചെയ്യുമെന്നും എനിക്കറിയത്തില്ല. രണ്ട്, അതേപോലെ കണ്ടു, ഓടി എന്നെ പിടിച്ചു കൊണ്ടുവന്നു, ശരീരം പരിചയപ്പെടുത്തി, അതുപോലെ തന്നെ ഇവിടെ ഇരുത്തി ഇങ്ങനെയൊക്കെ അവസരങ്ങൾ തന്നു. അത്രയും വലിയൊരു മനസ്സിന് ഉടമസ്ഥനായ സൈനിക ചാവക്കാടൻ ബ്രദർ, ഐ ലവ് യു, സോറി ഞാൻ താങ്കളെ കുറിച്ച് നെഗറ്റീവായി ചിന്തിച്ചത്. അപ്പം എന്റെ കുറ്റബോധം മാറി കിട്ടി. അടുത്തത് സിനിമ, അതൊരു സത്യമാണ്. സിനിമയെ സ്നേഹിക്കുന്നു. ഞാൻ ഇന്ന് രാവിലെ ഇറങ്ങാൻ നേരത്ത് ഷൈജു വിളിച്ചിട്ടല്ല ഞാൻ വന്നത്. ഇറങ്ങാൻ നേരത്ത് ഞാൻ ദൈവത്തോട് പറഞ്ഞു, ഈ പൂജയ്ക്ക് ഞാൻ പോവുകയാണ്. അപ്പൊ എന്നോട് ദൈവം ഇൻഡ്യൂഷനായിട്ട് പറഞ്ഞു, നിഷ്കാമകർമ്മം, നീ ഒന്നും പ്രതീക്ഷിക്കാതെ നീ ധൈര്യമായി ചെയ്യുക. സത്യത്തിൽ ഞാൻ ഒന്നും പ്രതീക്ഷിക്കാതെ ഇവിടെ വന്നപ്പോൾ എനിക്ക് നല്ല സ്വീകരണം കിട്ടി, നല്ല സ്നേഹം കിട്ടി, നല്ല സഹകരണം കിട്ടി, ഒരു സീറ്റ് കിട്ടി. കണ്ടപ്പോൾ എന്റെ സഹോദരങ്ങളും നമ്മുടെ കുടുംബത്തിലുള്ളവർ തന്നെയാണ് ഈ പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ അതിനേക്കാൾ സംതൃപ്തി കിട്ടി. അപ്പം രണ്ട്, നിഷ്കാമകർമ്മം. എനിക്ക് ഗീതയും ബൈബിളും ഖുറാനും അറിയാമെന്നുള്ളത് സ്പിരിച്വൽ ഭേദം അനുസരിച്ചാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് മറ്റൊരു പ്രശ്നം ഉള്ളത് എന്താണെന്ന് വെച്ചാൽ, മിക്ക സിനിമയ്ക്ക് പോകുമ്പോഴും ചെയ്ത് കഴിയുമ്പോൾ പ്രൊഡ്യൂസറിന്റെ മുമ്പ് കൈ നീട്ടുമ്പോൾ അവർ പറയും, ചേട്ടാ നിഷ്കാമകർമ്മം ചേട്ടൻ അതിലൂടെയല്ലേ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതെ, ആ നിഷ്കാമകർമ്മത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് കിടക്കാൻ സ്ഥലം കിട്ടും, ഫുഡ് കിട്ടും, പെട്രോളിന് പൈസ കിട്ടിയാലായി, വല്ലതും കയ്യിൽ കിട്ടിയാലായി. ഈ രീതിയിലാണ് സംഗതി മുമ്പോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം, ഗീതകൃഷ്ണൻ പറഞ്ഞതുപോലെ തന്നെ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മളിലേക്ക് വരുന്നത് നമ്മൾ ആത്മാർത്ഥമായി ചെയ്തു കൊടുക്കാൻ ദി ഡേ വിൽ കം, ഒരു ദിവസം വരും, അത് നിന്റെ ദിവസമായിരിക്കും എന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് സിനിമ ഒരു സത്യം. സിനിമയെ സ്നേഹിക്കുന്നവരെ, സിനിമയിൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്നവരെ സിനിമ ഒരിക്കലും കൈവിടില്ല. ബൈബിളിൽ ഒരു വചനമുണ്ട്, ജ്ഞാനദേവത. അത് ജ്ഞാനം ലഭിക്കുന്ന വ്യക്തികൾക്ക് ജ്ഞാനദേവത എപ്പോഴും കൂട്ടായിട്ടുണ്ടായിരിക്കും. ആ ജ്ഞാനദേവത ഒരിക്കലും ആ വ്യക്തിയെ കൈവിടില്ല. നമ്മൾ അതിനെ കൈവിട്ടാലും അതൊരിക്കലും നമ്മളെ കൈവിടില്ല. കാരണം നമ്മൾ ഒരുപാട് വർഷങ്ങൾ കൊണ്ട് പരിശ്രമിച്ചിട്ടാണ് നമ്മൾ അവിടെ എത്തിച്ചേരുന്നത്. ഇപ്പൊ പ്രൊഡ്യൂസർ സാറുമായിട്ട് സംസാരിച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇന്നും ഇന്നലെയും കൊണ്ടല്ല, ഞാൻ കഴിഞ്ഞ 35 വർഷം കൊണ്ട് കഠിനമായി പരിശ്രമിക്കുകയാണ്. അധ്യാപകനായിരുന്നുവെങ്കിൽ പോലും ഞാൻ നന്നായി പഠിപ്പിക്കുന്ന ടീച്ചിങ് ഈസ് ആൻ ആർട്ട് എന്ന് പറയുന്ന രീതിയിലായിരുന്നു പഠിപ്പിച്ചിരുന്നത്. പക്ഷെ എന്റെ സമയം 2020 തുടങ്ങിയത്. ഞാൻ പോലും അറിയാതെ, ഞാൻ പോലും അപ്ലൈ ചെയ്താതെ ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു വലിയ പ്ലാറ്റ്ഫോമിലേക്ക് ഏഷ്യാനെറ്റ് എന്നെ ക്ഷണിക്കുകയായിരുന്നു. 2 വട്ടം. ആദ്യം വിളിച്ചപ്പോൾ ഞാൻ പോയില്ല, എനിക്ക് ഇതിനെക്കുറിച്ച് അറിയാത്തതുകൊണ്ട്. രണ്ടാമത് 2019 ഡിസംബറിൽ അവർ വീണ്ടും വിളിച്ചു. അന്ന് 2 ആഴ്ച നിന്നിട്ട് പോകൂ എന്ന് പറഞ്ഞു. ഞാൻ 2 ആഴ്ചത്തേക്കുള്ള ഒരു കളർ മുണ്ടുകളും ഷർട്ടുകളും കൊണ്ടൊക്കെ പോയത്. 2020 ജനുവരി 3 ലാലേട്ടന്റെ അനുഗ്രഹത്തോടെ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയത് മാത്രമേ അറിയാവൂ. പിന്നെ ഒന്നും അറിയില്ല. നടന്നതെല്ലാം ദൈവത്തിന്റെ കളികളായിരുന്നു. അത് കഴിഞ്ഞിപ്പതേ ഈ പ്ലാറ്റ്ഫോം വരെ നിൽക്കുന്നു. ഇന്ന് ഈ നിമിഷം വരെ ഞാൻ ഒരാളിനെ ചതിച്ചിട്ടില്ല, പറ്റിച്ചിട്ടില്ല, വഞ്ചിച്ചിട്ടില്ല, വാക്ക് പറഞ്ഞു പറ്റിച്ചിട്ടില്ല. കാരണം ഖുർആൻ പറയുന്നു, കപടവിശ്വാസിയുടെ പ്രത്യക്ഷ ലക്ഷണങ്ങളിലെ ഒന്ന് നാക്കെടുത്ത കള്ളം പറയുക, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. അങ്ങനെ പോകണം. വേദം അറിയാവുന്നതിനെ കുറിച്ച് പറയുന്നില്ല. അപ്പൊ ഇപ്പൊ ഞങ്ങൾ സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിച്ചാൽ നമ്മൾ ഇവിടെ വരെ എത്തുക. പക്ഷെ ക്ഷമയോടെ ഇരിക്കാൻ പറ്റും. ഞാൻ ഇപ്പോഴും താമസിക്കുന്ന ആലുവയിലെ 20 വർഷം കൊണ്ട് താമസിക്കുന്ന ഹോസ്റ്റലിലാണ്, മെൻസ് ഹോസ്റ്റലിലാണ്. പുള്ളി ഞെട്ടലോടുകൂടി എന്നോട് ചോദിച്ചു, 20 വർഷം കൊണ്ട് ഹോസ്റ്റലാതെ ഒരൊറ്റ റൂം, കോഴിക്കോട് പോലെയുള്ള റൂമിൽ ഞാൻ സുഖമായി കിടക്കുന്നു, എനിക്കൊരു ടെൻഷനില്ല. കാരണം ആ പറഞ്ഞ ജ്ഞാനം ഒരു തുള്ളി കിട്ടിയത് കൊണ്ടാണ്. പക്ഷേ സിനിമയെ ഉടായ്പായിട്ട് എടുക്കാമെന്ന് നിങ്ങൾ ധരിക്കുന്നുണ്ടെങ്കിൽ, സിനിമയെ വെട്ടിക്കാം, തട്ടിക്കാം. ഇപ്പൊ തന്നെ കുറെ ന്യൂസുകൾ വരുന്നില്ലേ, കോടിക്കണക്കിന് പോയതിന്റെ പ്രൊഡ്യൂസർമാർ വന്ന് കരയുന്നത്. ഇവർക്ക് നമ്മൾ തട്ടിപ്പുകാർക്കും വെട്ടിപ്പുകാർക്കും പറ്റിപ്പുകാർക്കും തൽക്കാല വിജയങ്ങൾ മാത്രമേ ഉണ്ടാകൂ. അവർക്കൊരു തട്ടിപ്പാണ്, പറ്റിപ്പാണ് എന്ന് പുറം ലോകം വരുന്നതോടുകൂടി അവരുടെ ചീട്ട് കീറിയിരിക്കും. പിന്നെ അവർ ഈ ഫീൽഡിൽ വളരെ കുറവായിരിക്കും ഉണ്ടാകുക. അതാണ് സിനിമയുടെ പ്രത്യേകത. പക്ഷേ നല്ല വ്യക്തിത്വമാണ്, സിൻസിയറാണ്, അൽ അമീനാണ്, വിശ്വസിക്കാനുള്ള ആത്മാർത്ഥമുള്ളതാണ്, കൂടെ നിൽക്കും. അതും എൻ്റെ ഒരു പ്രത്യേകത. എന്നെ കുറിച്ച് പറയാൻ ആരുമില്ലാത്തതുകൊണ്ട് ഞാൻ തന്നെയാണ് PR. ദിലീപേട്ട എന്നോട് പറഞ്ഞത് ഇതിന്റെ PR രംഗത്ത് തന്നെയാണല്ലോ. ഞാൻ എനിക്ക് തരുന്ന സിനിമയുടെ അവസാന സമയം വരെ പ്രൊഡ്യൂസറിനും ഡയറക്ടറും തിയേറ്റർ റിലീസ് ചെയ്യുന്നതിന്റെ അന്ന് വരെ പ്രൊഡ്യൂസറിനും ഡയറക്ടറിനും വേണ്ടി പ്രവർത്തിക്കുകയും പബ്ലിസിറ്റി കൊടുത്തുകൊണ്ടിരിക്കുന്ന ആളാണെന്ന് ഷൈജുവിനും ഷൈനു ചേട്ടനും എൻ്റെ വാട്സാപ്പിൽ 2 പേരും ഉള്ളതുകൊണ്ട് കൃത്യമായിട്ട് അറിയാം. ചെയ്ത വർക്കുകളെല്ലാം പ്രൊമോഷൻ കൊടുത്തുകൊണ്ടേയിരിക്കും. ഇന്നലെ കൂടെ ഏകദേശം 25,000 പേരിലേക്ക് കൊടുത്തുകൊണ്ടേയിരുന്നു. സിനിമ ഇൻഡസ്ട്രിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്.
രജിത്ത് ചെറിയ പ്രൊഡ്യൂസറുടെ കൂടെ ആണെങ്കിലും അങ്ങ് അച്ഛ വരെ കൂടെ നിൽക്കുമെന്ന്. ഇത് ചാൻസിന് വേണ്ടി പറയല്ല. എനിക്ക് നിങ്ങളുടെ ചാൻസ് തന്നില്ലെങ്കിൽ വേറെ ആൾ വേറെ ചാൻസ് തരും. കാരണം ഖുർആനിൽ ഒരു വചനം പറയുന്നുണ്ട്, നിന്നെ ഒരു വശത്ത് ഒരാൾക്കാർ തളർത്തിയാൽ തടഞ്ഞാൽ നീ മറുവശത്തൂടെ വളരുക എന്ന്. അതുകൊണ്ട് വശങ്ങൾ പലതും എനിക്കറിയാം. ഏത് വശത്തൂടെ പോയാലും ഞാൻ ചതിക്കില്ല, ദ്രോഹിക്കില്ല, വഞ്ചിക്കില്ല, പറ്റിക്കില്ല. പക്ഷെ വാക്ക് പറഞ്ഞാൽ ഞാൻ കൂടെ കാണും. ഷൈജു ചാവക്കടൻ ബ്രദറാണെങ്കിലും ഷൈജു ആണെങ്കിലും നാളെ ഒരാളെ കൊന്നാലും അദ്ദേഹത്തോട് ഞാൻ പറയണം, ഞാൻ നിന്നോട് കാണുമെന്ന് പറഞ്ഞാൽ പ്രശ്നം വരുമ്പോൾ ഞാൻ ഓടിക്കളയത്തില്ല, ഞാൻ കൂടെ ഉണ്ടാവും. അത് എൻ്റെ കൂടെയുള്ള വേദത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയാണ്. എന്തായാലും ഇങ്ങനെ ഒരു മഹത് സംരംഭത്തിന് വലിയൊരു ഒരുപാട് പൂജകളിൽ ഞാൻ അറ്റൻഡ് ചെയ്യും. ഏകദേശം 75-100ഓളം പൂജകളിൽ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഒരു പൂജകളിലും ഞാൻ ഇന്ന് വരെ കാണാത്ത ഒരെണ്ണമാണ് ഉടുക്ക് കൂട്ടി വരെ പാടുക എന്ന് പറയുന്നത്. കഴിഞ്ഞ ആഴ്ച എൻ്റെ മ്യൂസിക് ആൽബം ഇറങ്ങി. അലക്സാണ്ടർ ജേക്കബ് DGP അലക്സാണ്ടർ ജേക്കബ് ഇന്നലെ എന്നെ വിളിച്ച് അഭിനന്ദിച്ചതേ ഉള്ളൂ. കാരണം അത് ശ്രീകൃഷ്ണനെ ബേസ് ചെയ്ത് ഞാൻ ചെയ്ത ഒരെണ്ണമാണ്. ഇമോഷൻസ് ആയിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു, രജിത്ത് ഗംഭീരമായിട്ട് ഇനി കിടപ്പുണ്ട്, തെളിവെല്ലാം ഇതിനകത്ത് കിടപ്പുണ്ട്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്ക് അപ്പൊ ആ ഉടുക്ക് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഉടുക്ക് അപ്പൊ ദൈവാനുഗ്രഹം ഉണ്ടല്ലോ ഈ വാക്കിന്. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹം. ഒരു വാക്കോടെ പറഞ്ഞു നിൽക്കാം, സിനിമ ഒരു ബിസിനസ് കൂടെ. ഇതിലെല്ലാം ആവാം. ഡയറക്ടർ സാറേ, ഞാൻ എന്ത് കോംപ്രമൈസിനും തയ്യാറാണ്. നമുക്ക് വേഷം വേണമെന്നത് മാത്രമേ എന്ത് കോംപ്രമൈസിനും ഞാൻ തയ്യാറാണ്. ഒരു ലേഡി പ്രൊഡ്യൂസർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, മാഡം ഞാൻ എന്ത് കോംപ്രമൈസിനും തയ്യാറാണ്, എനിക്ക് വേഷം വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. കാരണം എൻ്റെ ജോലി ആർട്ടിസ്റ്റാണ്. അത് കിട്ടിയാലേ എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. അപ്പോൾ ആ ഒരു തരത്തിൽ നമ്മൾ സിനിമയ്ക്ക് വേണ്ടി കോംപ്രമൈസ് ചെയ്യണം. പക്ഷെ കോംപ്രമൈസ് എന്ന് പറയുന്ന വാക്കിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് കുറെ പേർ ചാനലുകളിലും അവിടെ ഇവിടെ പറഞ്ഞു വരുന്നത്. അല്ല, നമുക്ക് ക്യാരവനില്ല. ഈ ചൂട് വരുന്നത് കഴിഞ്ഞ ആഴ്ച ഒരു പടം ചെയ്തിട്ട് വന്നതേ ഉള്ളൂ. സിദ്ദിഖിക്കയുടെ മകൻ ഷഹീൻ സിദ്ദിഖ്, ബാദുഷേഖ, പിന്നെ കൈലാഷിന് പോത്തുണ്ടി ഡാമിന് അവിടെയാണ് ഷൂട്ട് കഴിഞ്ഞത്. ക്യാരവനൊന്നും ഇല്ലായിരുന്നു. നല്ല വെയിലൊക്കെ ഉരുകി വെച്ച് മരത്തിന്റെ ചോട്ടിലൊക്കെ കയറി നിന്നുകയാണ്. സോ നമ്മൾ മാക്സിമം കോംപ്രമൈസ് ചെയ്യുക, ഉള്ള ഫുഡ് കോംപ്രമൈസ് ചെയ്യുക, ഉള്ള താമസത്തിൽ കോംപ്രമൈസ് ചെയ്യുക. ഇങ്ങനെ എല്ലാ തരത്തിലും നമ്മൾ കോംപ്രമൈസ് ചെയ്ത് നമ്മൾ സഹിച്ച് വരുമ്പോൾ ബൈബിൾ പറഞ്ഞ പോലെ അവസാനം വരെ സഹിച്ച് നിൽക്കുന്നവൻ എടുക്കപ്പെടുമെന്ന്. എവിടെ? സ്വർഗത്തിലേക്ക് അല്ല, ഈ ഭൂമിയിൽ വിജയത്തിലേക്ക് എടുക്കപ്പെടും. അങ്ങനെ ഒരുപാട് സഹിച്ചു നിന്ന വ്യക്തിയാണ് ഷൈജു ദേവദാസ്. അദ്ദേഹത്തിന്റെ ദൈവത്തിന്റെ കരവും കൊണ്ട്, അള്ളാഹുവിന്റെ കരവും കൊണ്ട് ഷൈജു ചാവക്കാടൻ എത്തി. അതിനോടൊപ്പം പ്രൊഡ്യൂസർമാരെത്തി, അദ്ദേഹത്തിനോടൊപ്പം തിരക്കഥാകൃത്തെത്തി, പിന്നെ നമ്മളെല്ലാം എത്തിയിട്ടുണ്ട്. തീർച്ചയായും ധൈര്യമായിട്ട് മുമ്പോട്ട് പോവുക. ചെറിയ ബഡ്ജറ്റ് സിനിമകളാണ് ഇപ്പൊ കോടികൾ ഉണ്ടാക്കുന്നത്. കാരണം അവിടെ നോക്കുന്നത് വലിയ ബഡ്ജറ്റ് ഒന്നുമല്ല, പകരം മേക്കിംഗ്, സ്ക്രിപ്റ്റ്, അതിന്റെ ട്വിസ്റ്റുകൾ, അതിൻ്റെതായിട്ടുള്ള എല്ലാ തലങ്ങളും. അത് നല്ല സിമ്പിൾ ആണെങ്കിൽ എൻ്റെ പോളിസി 50 ലക്ഷം ചെലവാക്കി 5 കോടി പിടിക്കുന്നതല്ലേ ലാഭം. 50 കോടി മുടക്കി 5 ലക്ഷം പോലും കിട്ടാതെ നടക്കുന്നതിനേക്കാൾ ശരിയല്ല. ഞാൻ ഏറ്റവും വലിയ സിനിമയിൽ എന്നെ സംബന്ധിച്ചാണ് അഭിനയിച്ചു. 40 കോടി ചിലവാക്കിയ ടൊവിനോ തോമസിന്റെ നടികർ ഞാൻ ടൊവിനോടൊപ്പം നല്ലൊരു വേഷം ചെയ്തതാണ്. പക്ഷെ നടികർ ശ്രദ്ധിക്കപ്പെടാതെ പോയപ്പോൾ നെഞ്ച് കീറിപ്പോയി. കാരണം അത്രയും കോടികളായിരുന്നു. എന്നെ താമസിപ്പിച്ചത് 4 പോയിന്റ് ഷെറാട്ടൺ എന്ന് പറയുന്ന കാക്കനാട് ഇൻഫോ പാർക്കിനകത്തുള്ള 7 സ്റ്റാർ ഹോട്ടലിലാണ്. 5 ദിവസം. അതിന്റെ പ്രൊഡ്യൂസറോട് ഞാൻ ചോദിച്ചു, ജീൻലാൽ ബ്രദറിനോട് ചോദിച്ചു. അവരെല്ലാം ബിഗ് ബോസിന്റെ ഫാനാണ്. അപ്പോൾ ലാൽ സാറും മക്കളും എല്ലാം എന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു, എന്തിനാണ് എന്നെയൊക്കെ ഈ 7 സ്റ്റാർ കിടന്നത്? ഏതെങ്കിലും ഒരു സാധാ ഒരു മൂവി പോലെ ഇല്ല ചേട്ടാ, ഞങ്ങൾ ആ സ്റ്റാൻഡേർഡ് ഉപയോഗിച്ചു. അങ്ങനെയാണ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടിപ്പോയത്. അപ്പൊ നിങ്ങൾ സിനിമ ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടാതെ നല്ല രീതിയിൽ ചെയ്തു പോയി കഴിഞ്ഞാൽ റെഗുലർ പ്രൊഡ്യൂസറിന്, ക്യാപ്റ്റന് അടുത്ത 5-6 പടങ്ങൾ ഇവരെ വെച്ച് ചെയ്യാൻ പറ്റും. മനസ്സിലായി? അതിലൊരു 3-4 പടത്തിലല്ല, എല്ലാ പടത്തിലൂടെ എന്നെ കൂടെ നിർത്തിയാൽ ദയവായി വർദ്ധിക്കുകയും പറ്റും. ഓൾ ദി ബെസ്റ്റ്. എല്ലാ വിജയവും നേരുന്നു. നന്ദി.